നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഇത്ര നാളായി കണ്ടിട്ട്. ഞാന് ജയിലിൽ അറിയാലോ. ഞാൻ തന്നെ വരാന്ന് വിചാരിച്ചില്ല. അല്ല, ഞാൻ സീതേച്ചിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. കത്ത് കിട്ടിണ്ടായിരുന്നു. എന്ത് കോലാടാ നിന്റെ. ചെക്കനങ്ങ് വണ്ണം വെച്ച് മുടിയൊക്കെ നോക്ക്, വലിയ ആളായി. അല്ല സീതേച്ചി, എനിക്ക് മനസ്സിലായി എന്നെ കാണാനുള്ളൊരു വിഷമം കൊണ്ടായിരിക്കുമല്ലേ. സത്യം പറഞ്ഞാൽ ഞാനും ഓട്ടോറിക്ഷയിലിരുന്ന് ചേച്ചീനെ എങ്ങനെ കാണും എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് കുഞ്ഞേ, ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി എവിടെ പോയി? ഒരു തീർത്ഥാടനത്തിന് അങ്ങനെ പോയിരിക്കുക. ഗവൺമെന്റിന്റെ ഇതില് ട്രെയിനിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു 10-13 ദിവസം കൊണ്ട് തിരിച്ചു വരും. 13 ദിവസം? ഞാൻ ചേച്ചിനെ കാണാനല്ലടാ വന്ന്. അല്ല, വിഷമിക്കല്ല, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. എന്താപ്പത് അറിയാതെ ഞാൻ എത്ര കൊതിയോടുകൂടി ഓടി വന്നെന്നറിയോ ചേച്ചിനെ കാണാൻ. അതിന് പെട്ടെന്ന് വരുമല്ലോ. ചേച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ എങ്ങനെയാണ്? അല്ല, ഞങ്ങളൊക്കെ ഇല്ലേ. അറിയാതെ കുഞ്ഞ് വരുമല്ലോ മോളെ. കറിയല്ലേ, കണ്ണൊക്കെ തുടച്ചേ. അവരൊക്കെ കാണില്ലേ. നോക്കിയേ, അതാരൊക്കെ നിക്കണം നോക്കിയേ. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുടുംബം. പുണ്യല്ലേ ഇത്? എന്ത് വളർന്നു ചെക്കൻ. മീശയൊക്കെ വന്നോ നിനക്ക്? ഇപ്പോഴും ഉണ്ടാ കണ്ണു ചിമ്മല്? ഇടയ്ക്കിടയ്ക്ക് കേളു. ഇപ്പൊ കൂടിയാവ കുറഞ്ഞ? ദേഷ്യം വരുമ്പോ നല്ലോണം ഉണ്ട്. പിന്നെ കുഞ്ഞേച്ചി, ഇത് അകത്ത് ചെന്ന് ബാക്കി എല്ലാവരും പരിചയപ്പെടാം. അവള് യാത്ര കഴിഞ്ഞ് വന്നല്ലയോ, കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അതെ, ആയിക്കോട്ടെ. എന്നാ ഒരു കുഞ്ഞേച്ചി എന്റെ ദൈവമേ, ഈ തങ്കപ്പെട്ട സ്ത്രീയെ കുറിച്ചാണല്ലോ ഇന്നലെ ഈ അപ്പച്ചി അത്രയും ബിൽഡപ്പും കൊടുത്ത് നമ്മളെയൊക്കെ പേടിപ്പിച്ചു വെച്ചെന്ന് ഓർക്കുമ്പോഴാ. അത് തന്നെ അപ്പച്ചി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. പാവം കുഞ്ഞമ്മ കണ്ടിട്ട് എനിക്ക് തന്നെ കരച്ചിൽ വരുമായിരുന്നു. ഇങ്ങനെ കരയുന്ന ആളല്ല രാധാലക്ഷ്മി. ഇതിനിപ്പോ ആ കരഞ്ഞത് രാധാലക്ഷ്മി അല്ലേ? അതെ, അപ്പച്ചിയെ മൈൻഡ് ചെയ്യാതെ പോയതിന്റെ ചോദിക്ക് പറഞ്ഞു തീർക്കണതാ. നിങ്ങൾ ചിരിച്ചോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതല്ല രാധാലക്ഷ്മി. ഇതല്ല, ഇപ്പൊ വന്നത് വേറെ. മിണ്ടാണ്ടിരിക്കി. അല്ല, ഞാൻ പോയിട്ടെ കുഞ്ഞമ്മക്ക് ചായ കൊടുക്കട്ടെ. എന്താപ്പത്? നല്ല കാര്യമുണ്ട്. എന്തിനു സങ്കടപ്പെടണേ? കൊഴപ്പില്ലല്ലോ, ഒരു യാത്ര പോയിരിക്കല്ലോ. ഇങ്ങോട്ട് വരുവേ. കരയൊന്നും വേണ്ടതാ, ഇങ്ങോട്ട് നോക്കൂ. നേരത്തെ കണ്ടില്ലേ, കുമാരി, അപ്പുണ്ണിയുടെ ഭാര്യ. ഓ, അപ്പുണ്ണിയുടെ ഭാര്യയാണ്. നല്ല പഠിപ്പുകളുടെ കുട്ടിയാ. പഠിച്ച് ജോലിയൊക്കെ കിട്ടും. ഇതാരാ നോക്കൂ, അമ്പിളി. രണ്ടാമത്തെ മൂന്നാമത്തെ. അവന് കല്യാണം കഴിച്ചോട്ടോ. ഷാഹിന കുട്ടിയുടെ പേര്. ഇവിടെ ഉണ്ടാളുണ്ട്. പിന്നെ ഇത് അനന്തന്റെ കുട്ടിയോള്. ഇതാ രണ്ടും? അതെ. ശരി. അല്ല, അപ്പൊ അനന്തന് മാത്രമുള്ള കുട്ടികൾ? അല്ല, ആ പുണ്ണിക്ക് കുട്ടിയായി. കുമാരിക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി. ഒരാൺകുട്ടി.
ചേച്ചി എപ്പോഴാണ് വരിക? ചേച്ചി വരുന്നേ. ചേച്ചി ഇപ്പൊ എന്താ വെച്ചാ അങ്ങനെ ഒരു യാത്ര ആയതുകൊണ്ടേ ഇപ്പൊ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മൂപ്പരുടെ ഇങ്ങനെ പോണം എന്നുള്ളതേ. അങ്ങനെ പോയിരിക്കുക. വരും വരും. എന്നാലും ഞാൻ ഇത്ര വർഷം കഴിഞ്ഞു ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ ഓടി വന്ന് ചേച്ചീനെ കാണാനാണ്. അത് ഇങ്ങനത്തെ ഒരു സമയമായി എന്നുള്ളത് കുഴപ്പമില്ല. വരും വരും തന്നെയാണ് വിചാരിക്കുന്നത്. ചിരി നോക്ക്, പഴയ അതേ അതെ, ഇവിടെ ഉണ്ടാവാറില്ല. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അതോ ഇപ്പോഴും ഒറ്റാന്തടി ആണോ? അല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടി. ചെറുതായിട്ടൊന്ന് കെട്ടി? എടാ കള്ള, എന്തായിരുന്നു ചെറുപ്പത്തില്? രാഷ്ട്രീയം, പാർട്ടി, അത് മാത്രമാണ് ജീവിതം. കൊള്ളാം. എന്തായാലും ചേച്ചിയുടെ വലിയ സ്വപ്നമായിരുന്നു നിന്റെ കല്യാണം. എന്റെ അതെന്തായാലും പൂർത്തിയായില്ലോ. ചേച്ചിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ടാവൂല്ലേ പെണ്ണിന്? ആവൂ, പിന്നെ പറയാണ്ടോ. എന്താ അവന്റെ ഒരു നാണം കള്ളൻ. ഓ, അവൾക്ക് വേണ്ടിട്ടായി തീർത്ഥാടനത്തിന് തന്നെ പോയിരിക്കണം ചേച്ചി. അതെ, അത്ര ഇഷ്ടം. അത്ര ഇഷ്ടം. അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി പ്രാർത്ഥിക്കപ്പോ. ഓ ശോ, ഭഗവാനെ കാത്തു രക്ഷിക്കട്ടെ ഈശ്വരാ. സന്തോഷായിടാ എനിക്ക്. ഓ ശരിക്കും ട്ടാ. കുഞ്ഞമ്മേ ചായ. ഇതാണ് അമ്പിളിയുടെ ഭാര്യ ഷായന. നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ലവ് മാരേജ് ആയിരുന്നല്ലേ? നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിടിയാ കഴുതനെ? അത് ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ശരി, ചായ കുടിക്ക്. പിന്നെ ജയിലിലെ ചായയുടെ രുചിയൊന്നും കിട്ടൂല കേട്ടോ ഇതിന്. ജയിലിലെ ചായയുടെ രുചി വേറെ എവിടെ പോയാലും കിട്ടില്ല മോളെ. ഷായന, അല്ല ഭക്ഷണം എടുത്ത് വെക്കായിരുന്നു. നമുക്ക് കഴിക്കാറായില്ലോ. ഞാൻ എടുത്തു വെക്കാം. എടുത്ത് വെച്ചോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാ? കൊറേയൊക്കെ അറിയാം. അത് ശരി. എന്തായാലും ചേച്ചിക്ക് എല്ലാരെ കൊണ്ടും നല്ല സന്തോഷായിണ്ടാവൂല്ലേ? ഭക്ഷണം എടുത്ത് വെച്ചു. നല്ല ചായ. അതെ, ആളൊരു പൊട്ടിക്കാളിയാട്ടാ. എന്താ എവിടെ പറഞ്ഞതെന്ന് അറിയില്ല. അതാ അവൾ അവനെ പ്രേമിച്ച് കെട്ടിന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആള് മിടിക്കാട്ടോ. ആ അമ്പിളിക്ക് കേബിളിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഗൾഫിൽ പോയപ്പോ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെയാണ് ഏൽപ്പിച്ചത്. അസലായിട്ട് നോക്കണ്ട്. മിടിക്ക. അവനിപ്പോ ഗൾഫിലാ? ആ, ഗൾഫിലാണ്. അപ്പൊ നല്ല കാശുണ്ടാവൂലേ? എപ്പട്ടെ മാസം ഞാൻ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കല്ലേ. ആര്, നീയാ? അല്ല, കേബിളിന്ന് കിട്ടുന്ന കാശ് ഞാൻ വേണല്ലോ കൊണ്ടുപോയി അയച്ചു കൊടുക്കാൻ. കിട്ടും. എടാ, നീ ആ ചേച്ചിനെ ഒന്ന് വിളിച്ചേ. വിളിച്ചാ കിട്ടില്ലല്ലോ. അതെന്താ? യാത്രയിലല്ലേ ചേച്ചി? എടാ, യാത്രയിലാണെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കടാ എപ്പോഴാ വരണേന്നൊന്നും അറിയാലോ. അല്ല, എന്താ വെച്ചാലേ ഇപ്പൊ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കേദാറിലോ ഋഷികേശിലോ എവിടെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ. അതെന്താടാ അവിടെ ഒന്ന് ഫോൺ വിളിച്ചാ കിട്ടാത്തത്? അല്ല, ഫോണില്ലാണ്ടല്ലേ, റേഞ്ച് ഇല്ലല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ. അതാണേ. അതിലിനിയിപ്പോ വിഷമിക്കാൻ നിൽക്കണ്ട. അതേ, വേഗം കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേറെ സംസാരിക്കാണ്ട് ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.